ഹലോ ഗായ്സ്, വെൽക്കം ടു സൺഡേ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ലാം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതും എൻ്റെ വകയൊന്നുമല്ല കേട്ടോ, കണ്ണൻ്റെ വക. അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഒരു TV സെറ്റപ്പ് ചെയ്യണം. അതുപോലെ തന്നെ 3 ടെറ മിക്സ് കുളമായി. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം. ആദ്യം തന്നെ എല്ലാവർക്കും സോറി ഫോർ ദ കൺഫ്യൂഷൻ. ആക്ച്വലി ലാം ബിരിയാണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണെന്നുണ്ട് എൻ്റെ ഹാബിറ്റായിരിക്കും, അതിന് ഞാൻ എപ്പോഴും മട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സോ സോറി അബൌട്ട് ദ കൺഫ്യൂഷൻ. ആക്ച്വലി ഇത് ലാം ബിരിയാണിയാണ്. ഇനി എല്ലാം വീഡിയോ പോയി തിരിച്ച് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഞാൻ മട്ടൺ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇഗ്നോർ ചെയ്തിരിക്കണേ. ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പൊ അതെല്ലാം അവൻ ഡിസാമ്പിൾ ചെയ്തിട്ട് അസംബിൾ ചെയ്യാൻ പോവാണ്. സോ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഇവിടെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുവാണ്. How is it going? Good. I'm finished all the centers. Okay. Now I'm organizing the edges, and then after I will start assembling. Awesome. How long do you think it's going to take? Probably 5 hours. Okay. All the best. Thank you. Alexa, food is not ready. No. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ നെയ്ബേഴ്സിന് വേണ്ടിയിട്ടാണ്. ആദ്യം അവർക്കെല്ലാം കൊടുത്ത് ലഞ്ച് ടൈം ആയി. അതെ, ഇവിടെ ആൾക്കാർ ലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 11 o'clock ആകുമ്പോൾ കഴിക്കും. പക്ഷെ ഇന്ന് വീക്കെൻഡ് അല്ലേ. സോ ലെറ്റ്സ് സീ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന്. സോ അവർക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നു മട്ടൻ ബിരിയാണി. അപ്പൊ ബിരിയാണി കഴിക്കാൻ പോവാ. യം മട്ടൻ ബിരിയാണി. അതിലൊരു പപ്പടവും കുറച്ച് സാലഡും. ഒരാൾ കഴിക്കുമ്പോഴാണ് കൂട്ട. കുറച്ച് സാലഡും ഇത്രയും മതി. ഇരിക്കും നാരങ്ങാച്ചാറൊന്നും വേണ്ട. കാരണം മട്ടൻ കഴിക്കില്ല. അതാണ് മട്ടൻ പീസ് എല്ലാം എനിക്ക് കിട്ടും. അപ്പൊ ഈ മട്ടൻ ബിരിയാണി ഇത് ഇങ്ങനെ എടുത്ത് കുറച്ച് സാലഡ് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് എന്റെ കുഞ്ഞാപ്പിനും കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഷെഫ് അടിപൊളിയാട്ടോ ചേട്ടാ, അടിപൊളി. തീർന്നു. ഫുഡ് ഇസ് ഫിനിഷ് ബേബി. ഇല്ല, നോ. ഒരു ഉച്ചവർക്കൊക്കെ കഴിഞ്ഞു. നല്ല ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വാനിൽ പരിപാടി തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു വാനിൽ ഒരു TV വെക്കാം. അങ്ങനെ ഒരു കുഞ്ഞു TV ഒക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഞങ്ങളിത് TV ഒക്കെ ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വാനില്. എന്നിട്ട് കിടന്നുറങ്ങുക. ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഫോളോവും സബ്സ്ക്രൈബും ചെയ്യുക.